ഹലോ എവ്രി വൺ. കുറച്ച് തമിഴ് സ്റ്റുഡൻസ് നമ്മുടെ പാലക്കാടുള്ള ആർട്സ് കോളേജിൽ പഠിക്കാനായി വന്നിരുന്നു. അവരെ മലയാളികളായ സ്റ്റുഡൻസ് അടിമകളെപ്പോലെ ട്രീറ്റ് ചെയ്തു. മറ്റെന്തൊക്കെ ക്രൂരതകളാണ് മലയാളികൾ തമിഴരോട് ചെയ്തത് എന്ന് നമുക്ക് കാണിച്ചു തന്ന സിനിമയാണ് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ റിബൽ. നമുക്ക് ആ കഥയൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം എല്ലാ സംസ്ഥാനങ്ങളും ഒന്നായിരുന്നു. അതിനുശേഷമാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളാക്കി തിരിച്ചത്. മൂന്നാറിൽ തമിഴര് കൂടുതലായതുകൊണ്ട് മൂന്നാറിനെ തമിഴ്നാടിന്റെ ഭാഗമാക്കണമെന്ന് സമരം നടത്തിയിരുന്നു. എന്നാൽ കേരളം അതിന് സമ്മതിച്ചില്ല. അതിന് പകരം കുറച്ച് അവകാശങ്ങൾ കൊടുത്തു. എങ്കിലും മൂന്നാറിൽ ജീവിക്കുന്ന തമിഴരെ അവർ ജോലി ചെയ്യുന്ന തേയിലത്തോട്ടത്തിൽ അടിമകളെ പോലെയായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ ദാരിദ്ര്യം നേരിട്ടു. നമ്മുടെ നായകൻ കതിരേശൻ ജനിച്ചതും വളർന്നതുമെല്ലാം മൂന്നാറിലാണ്. കതിരിന്റെ അമ്മയും തേയിലത്തോട്ടത്തിലാണ് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പട്ടിണി മാറ്റണം. അതിനുവേണ്ടി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി പഠിച്ചേ മതിയാവുള്ളൂ എന്നുള്ളത് കൊണ്ട് കതിർ പാലക്കാടുള്ള ഒരു ആർട്സ് കോളേജിൽ അപ്ലിക്കേഷൻ കൊടുത്തു. സീറ്റും കിട്ടി. കതിരിനോടൊപ്പം അവന്റെ ഫ്രണ്ട്സും, അതായത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളും പഠിക്കാനായി കോളേജിലേക്ക് വന്നു. കോളേജിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഫ്രഷേഴ്സിനെ വെൽക്കം ചെയ്യാനായി ഒരു മീറ്റിംഗ് നടത്തി. അപ്പോഴാണ് ഈ കോളേജിനകത്ത് രാഷ്ട്രീയമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ഇവർക്ക് മനസ്സിലായത്. കോളേജിൽ 2 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്നെ KSUവും. വർഷത്തിലൊരിക്കൽ ഇവർക്കായുള്ള ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനിൽ ഏത് പാർട്ടിയാണോ ജയിക്കുന്നത് അവരായിരിക്കും ചെയർമാൻ. ആ ചെയർമാന്റെ കൺട്രോളിലായിരിക്കും പിന്നെ മുഴുവൻ കോളേജും. അതാണ് ഈ കോളേജിന്റെ റൂൾ. ഇപ്പോൾ അധികാരത്തിലുള്ള പാർട്ടി KSU ആണ്. അതിന്റെ ലീഡർ ആന്റണി. എന്നിട്ട് ഈ ആന്റണി പുതുതായി വന്ന സ്റ്റുഡൻസിനോട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, തമിഴർക്കും എന്തെങ്കിലും പ്രശ്നം വന്നാലും ഞാൻ അതിന് മുന്നിലുണ്ടാവും എന്ന് സത്യം ചെയ്യും. കതിരും ഈ കോളേജിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിലെത്തിയതും തമിഴർ മലയാളി എന്ന് ഇവരെ മാറ്റി നിർത്തി. എന്നിട്ട് മലയാളി സ്റ്റുഡൻസിന് റിച്ച് ആയിട്ടുള്ള ഹോസ്റ്റലും തമിഴർക്ക് വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഹോസ്റ്റലുമാണ് കൊടുത്തത്. കതിരകത്തേക്ക് പോകുന്ന സമയത്ത് KSU ലീഡർ ആന്റണി അവിടേക്ക് വന്നു. എന്നിട്ട് അവിടെയുള്ള ഒരു സീനിയർ തമിഴ് പയ്യനെ ലേഡീസ് ഗെറ്റപ്പ് ധരിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചു. അതായത് റാഗിംഗ് നടത്തി. കൂടെ കാലമർത്തി മസാജ് ചെയ്യ്, കൈ അമർത്ത് എന്നും പറയുന്നുണ്ട്. കതിറിന് ഇതെല്ലാം കാണുമ്പോൾ ദേഷ്യം തോന്നി. അപ്പോൾ പെട്ടെന്ന് ആന്റണി കതിറിന്റെ ഫ്രണ്ടിനെ വിളിച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞതും അവൻ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആന്റണിക്കും ദേഷ്യം വന്ന് നിന്റെ അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് അഭിനയിച്ച് കാണിക്കുക. ബാക്കിയുള്ള സ്റ്റുഡൻസ് അത് കണ്ടുപിടിച്ചു പറഞ്ഞ നീ രക്ഷപ്പെട്ടു. ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഡ്രസ്സില്ലാതെ ഈ ഹോസ്റ്റലിന് ചുറ്റും 10 തവണ ഓടണമെന്ന് ഡിമാൻഡ് ചെയ്തു. കതിറിന്റെ ഫ്രണ്ടും അവന്റെ അച്ഛന്റെ ജോലി എന്താണെന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. എന്നാൽ ആർക്കും അത് മനസ്സിലായില്ല. അപ്പൊ അവിടെ ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു. അതിലുള്ള വെള്ളം എടുത്തു മാറ്റും. അപ്പോഴാണ് ഇവന്റെ അച്ഛന് ഡ്രെയിനേജ് വൃത്തിയാക്കുന്ന ജോലിയാണ് എന്നത് എല്ലാവർക്കും മനസ്സിലായി. അത് പറഞ്ഞു. വന്ന ദിവസം തന്നെ ഇവർക്ക് ഇങ്ങനൊരു അപമാനം നേരിടേണ്ടി വന്നു. തമിഴരോട് ഒരു അടിമകളെ പോലെയായിരുന്നു മലയാളികൾ പെരുമാറിയിരുന്നത്. നെക്സ്റ്റ് ഡേ കതിരും ഫ്രണ്ടും ക്ലാസ്സിലേക്ക് പോകാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു തമിഴ് സീനിയർ ഇവരോട് ഇന്നലെ നടന്നതൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ നന്നായി പഠിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഈ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ കൂടെ 30 പേര് ജോയിൻ ചെയ്തിരുന്നു. എങ്കിലിപ്പോൾ 15 പേരേ ഉള്ളൂ. എൻ്റെ ഫാമിലി സിറ്റുവേഷൻ ഓർത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ പ്രശ്നം വന്നാലും പഠിച്ച് ഒരു കരയ്ക്ക് എത്താനുള്ള വഴി നോക്കുക എന്ന് പറഞ്ഞ് സീനിയർ ഇവരെ കോളേജിലേക്ക് അയക്കും. കതിറിന് കോളേജിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ക്ലാസ് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഇവരുടെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇവിടെയല്ല, മേലെ പോകണമെന്ന് മേലേക്ക് വഴി കാണിച്ചു കൊടുത്തത്. എന്നാൽ ഇവന്റെ ഫ്രണ്ട്സ് എല്ലാവരും നേരെ പോയിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ നായിക സാരയെ കാണിക്കുന്നത്. അവളെ കണ്ടതും കതിറിന് അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. എന്നിട്ട് അവളുടെ പിന്നാലെ പോയി. അവളും ഇവനെ വേറെ വഴിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കരുതിയ അല്ല, കറക്റ്റായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയായിരുന്നു കൂട്ടിക്കൊണ്ടു പോയത്. എന്നാൽ ക്ലാസ്സിൽ കതിറിന്റെ ഫ്രണ്ട്സിനെ ആരെയും കണ്ടില്ല. കുറച്ച് സമയം കഴിഞ്ഞാണ് ഫ്രണ്ട്സ് ക്ലാസ്സിലേക്ക് വന്നത്. കതിറും അവരോട് ലേറ്റ് ആയിട്ട് വന്ന ഞാൻ നേരത്തെ ക്ലാസ്സിലെത്തി, നീയൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. അതിന് ഫ്രണ്ട്സും മലയാളി സ്റ്റുഡൻസ് വഴി മാറ്റി പറഞ്ഞ് റാഗിങ് ചെയ്തു. അതാണ് ലേറ്റ് ആയത് എന്ന് ഫ്രണ്ട് നടന്ന കാര്യങ്ങളൊക്കെ കതിറിനോട് പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് സാറ ശരിയായ റൂട്ട് പറഞ്ഞ് അവനെ രക്ഷിച്ചതാണ് എന്ന് അവന് മനസ്സിലായത്.
ഓൾറെഡി ഇവളെ കണ്ടതും അവന് അവളോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് ഹെൽപ്പ് കൂടി ചെയ്തതോടെ ഈ പ്രശ്നങ്ങൾക്ക് നടുവിലും കതിർ സാറയെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കോളേജിൽ പ്രേമവും റാഗിങ്ങും ഒക്കെയായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഓണം വന്നത്. ഇവർക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിലും പോയി സാറയോട് പ്രപ്പോസ് ചെയ്യാമെന്ന് കരുതി കതിറും ഫ്രണ്ടും കസവും മുണ്ടെല്ലാം ഉടുത്ത് കോളേജിലേക്ക് വന്നു. കോളേജിലും ഓരോ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ആന്റണി വന്നു. വന്നയുടനെ തന്നെ ആന്റണി കതിറിനെയും ഫ്രണ്ടിനെയും നോട്ടമിട്ടിരുന്നു. എന്നിട്ട് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നും ചോദിച്ച് ബഹളമുണ്ടാക്കി അവിടേക്ക് വന്നു. കതിറിനും ഫ്രണ്ടിനും എന്താണ് കാര്യമെന്നൊന്നും മനസ്സിലായില്ല. പേടിച്ച് അവരവിടുന്ന് ഓടി. പിന്നാലെ വന്ന ആന്റണിയും ടീമും കതിറിനെ ചുറ്റി വളഞ്ഞു. അപ്പോഴാണ് ഓണം പരിപാടികൾക്ക് മലയാളികൾ മാത്രമേ മുണ്ടുടുക്കാൻ പാടുള്ളൂ, തമിഴർ മുണ്ടുടുക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടാക്കിയിരുന്നു. അതറിയാതെയാണ് കതിറും ഫ്രണ്ടും മുണ്ടുടുത്തോണ്ട് വന്നത്. എന്നിട്ട് ഇനി പ്രശ്നം വേണ്ട, മുണ്ടഴിച്ചേക്ക് എന്ന് ആന്റണി പറഞ്ഞതും ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കതിർ മുണ്ടഴിക്കാത്തത് കണ്ട് ദേഷ്യം വന്ന ആന്റണിയും കതിറിനെ തള്ളിയിട്ട് അവന്റെ മുണ്ടഴിക്കും. ആന്റണിയുടെ ഗ്യാങ്ങും കതിറിന്റെ ഫ്രണ്ടിനെയും തള്ളിയിട്ട് മുണ്ടഴിക്കുന്നുണ്ട്. ഇതെല്ലാം സാറയും കണ്ടു. പ്രപ്പോസ് ചെയ്യാൻ വന്ന കതിർ അവളുടെ മുന്നിൽ മുണ്ടില്ലാതെ നിന്ന് അപമാനിതനായി. പ്രശ്നം വഷളാവുന്നത് കണ്ട് ആ കോളേജിൽ ഒരു തമിഴൻ പ്രൊഫസർ ഉണ്ട്. ആ സാറ് വന്ന് ഇടയ്ക്ക് കയറി എന്തിനാ ഇങ്ങനെ അടിയുണ്ടാക്കുന്നത്, ആന്റണിയോടും നീ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ പ്രിൻസിപ്പലിനോട് പറയുമെന്ന് പറഞ്ഞ് ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കും. കതിറിന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്നിട്ട് ഏത് നാട്ടിൽ നിന്ന് വന്നതായാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, തമിഴ്നാട്ടിലേക്ക് ഒന്ന് വന്നു നോക്ക്, ഞങ്ങൾ എത്ര പേർക്കാണ് ജീവിതം കൊടുത്തിരിക്കുന്നത് എന്ന്, തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ സംസാരിച്ചു. അതിന് പ്രൊഫസറും ഏതാണ് ആദ്യം വന്നത് എന്നല്ല ഇവിടെ പ്രശ്നം, നമ്മുടെ ദാരിദ്ര്യമാണ്. നമ്മുടെ പ്രശ്നം തീർക്കണമെങ്കിൽ അതിനാദ്യം പഠിക്കണം. സോ ഈ ദേഷ്യവും വാശിയെല്ലാം വിട്ടിട്ട് മര്യാദയ്ക്ക് പഠിക്കാൻ നോക്കൂ എന്ന് പ്രൊഫസർ അഡ്വൈസ് ചെയ്തു. ഈ ഒരു പ്രശ്നം കോളേജ് പ്രിൻസിപ്പളുടെ അടുത്ത് വരെ എത്തിയെങ്കിലും ഈ പ്രിൻസിപ്പളും മലയാളി സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ, തമിഴ് സ്റ്റുഡൻസിനോട് മിണ്ടാതിരിക്കാൻ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ അടക്കുമെന്ന് പ്രിൻസിപ്പൾ തന്നെ പറയും. ഇപ്പൊ ഈ കോളേജിനകത്ത് ഇത്രത്തോളം ഭാഷാ വിവേചനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പ്രശ്നം പ്രിൻസിപ്പലിന്റെ അടുത്ത് വരെ എത്തിയത് കൊണ്ട് ആന്റണിക്ക് വല്ലാത്ത ദേഷ്യം വന്ന് തമിഴര് പഠിക്കുന്ന ഹോസ്റ്റലിലേക്ക് വന്ന് എല്ലാം അടിച്ചു പൊട്ടിക്കും. എന്നാൽ ആ സമയം അവിടെ കതിറും ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല. അവരെ കോളേജിലെ ആ തമിഴൻ പ്രൊഫസർ അയാളുടെ വീട്ടില് സേഫ് ആയിട്ട് താമസിപ്പിച്ചിരുന്നു. അപ്പോഴാണ് കതിർ ഒരു കാര്യം ആലോചിച്ചത്. ഈ KSUക്കാര് വളരെ ക്രൂരന്മാരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഫസറും ഈ KSUവിനേക്കാളും വളരെ ക്രൂരന്മാരും വൃത്തികെട്ടവന്മാരുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരെന്ന് പറഞ്ഞ് 2 വർഷം മുൻപ് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഫ്ലാഷ് ബാക്കിൽ കോളേജിൽ ആനുവൽ ഡേ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ ഡാൻസ് ആണല്ലോ മെയിൻ. മലയാളി സ്റ്റുഡൻസ് എല്ലാം മലയാളം പാട്ട് വെച്ച് ഡാൻസ് കളിച്ചു. അപ്പോൾ ഒരേ ഒരു തമിഴ് പെൺകുട്ടി തമിഴ് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചു. ആ സമയം അധികാരത്തിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ലീഡർ, നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഈ കോളേജിനകത്ത് ഒരു തമിഴ് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന്റെ അടിഭാഗത്ത് പോയി ഒരു ഓട്ടയുണ്ടാക്കി ആ കുട്ടിയുടെ ഡ്രസ്സ് കീറിക്കളഞ്ഞു. ഒരു തമിഴ് പാട്ട് വെച്ച് ഡാൻസ് കളിച്ചതിന് ആ പെൺകുട്ടിയുടെ മാനം അവർ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞതും അപ്പോൾ കതിറും ഒരു കാര്യം ആലോചിച്ചു. ഓണപരിപാടിയുടെ അന്ന് അവരിവന്റെ മുണ്ടഴിച്ചു. അപ്പൊ ഇവനത് വലിയൊരു കാര്യമായാണ് വിചാരിച്ചത്. എന്നാൽ ഒരു പെൺകുട്ടി ഇങ്ങനൊരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെതൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ല എന്നും എന്തിനാണ് മലയാളികൾ തമിഴരെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് അവന് വല്ലാതെ വിഷമം തോന്നി. എന്നിട്ട് അപ്പോഴാണ് ഈ കോളേജിൽ KSU ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും രണ്ടും നല്ലവരല്ല എന്നും അധികാരം കയ്യിലില്ലാത്തപ്പോൾ സൈലന്റ് ആയിട്ട് ഇരുന്ന് അധികാരം കിട്ടിയതും അവരവരുടെ സ്വഭാവം കാണിക്കാൻ തുടങ്ങുമെന്നും ഇവർ മനസ്സിലാക്കി. അതിനുശേഷം ഇനി ഒരു പ്രശ്നത്തിനും പോകാതെ മര്യാദയ്ക്ക് പഠിക്കാമെന്ന് കതിറും ഫ്രണ്ട്സും തീരുമാനമെടുത്തു. അപ്പോഴാണ് ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഒരു മോശം സംഭവം നടന്നത്. അന്ന് ഓണപരിപാടിയുടെ പ്രശ്നം നടക്കുന്ന സമയത്ത് ആന്റണിയുടെ ഷർട്ടിൽ കതിറിന്റെ ഫ്രണ്ട് പിടിച്ചിരുന്നു. തുടക്കത്തിൽ തന്നെ ഈ പയ്യന്റെ അച്ഛൻ ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരുത്തന്റെ മകൻ ആന്റണിയുടെ ഷർട്ടിൽ പിടിച്ചതുകൊണ്ട് ആന്റണിക്ക് അതിൽ വലിയ ദേഷ്യം തോന്നി. അതുകൊണ്ട് ആ പയ്യൻ ബാത്റൂമിൽ തനിച്ചുള്ള സമയത്ത് എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ ഷർട്ടിൽ കയറി പിടിച്ചത് എന്നും പറഞ്ഞ് അവനെ പിടിച്ച് അവന്റെ മർമ്മസ്ഥാനത്ത് ക്രൂരമായ രീതിയിൽ അടിച്ചു.
ഈ കാര്യം അറിഞ്ഞ കതിരും പെട്ടെന്ന് തന്നെ അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള എല്ലാ തമിഴ് സ്റ്റുഡൻസിനും വല്ലാതെ വിഷമം തോന്നി, ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന്. ഈ പയ്യനും ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന ഹോസ്പിറ്റലിൽ എത്തിയിട്ടും ആ പയ്യന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ അവൻ മരിച്ചു. കൂടെയുള്ളവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് കതിർ വല്ലാതെ വേദനിച്ചു. ആന്റണിയുടെ പാർട്ടി ഇൻഫ്ലുവൻസ് ചെയ്ത് പോലീസും ആ പയ്യനെ അടിച്ചു കൊന്നതല്ല, ബാത്റൂമിൽ വഴിക്ക് വീണ് മരണപ്പെട്ടതാണ് എന്ന് കേസ് മാറ്റി. കതിറിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ അവന് വല്ലാത്ത വേദന തോന്നി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കി. മലയാളി സ്റ്റുഡൻസിന്റെ ഹോസ്റ്റല് വേറെയാണ്, എന്നാൽ അവിടെ ഏറെക്കുറെ 100-150 പേരെങ്കിലും ഉണ്ടാവും. ഒരുത്തനെ അടിച്ചാൽ മറ്റുള്ളവരും ഒന്നിച്ചു വരും. സോ വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കി കതിർ ഹോസ്റ്റലിനകത്തേക്ക് കയറി എല്ലാ റൂംസും പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് ആദ്യം ഒരു റൂം മാത്രം തുറന്ന് അവിടെയുള്ള സ്റ്റുഡൻസിലെല്ലാം അടിച്ചു. അങ്ങനെ ഓരോ റൂമും തുറന്ന് മലയാളി സ്റ്റുഡൻസിനെ തിരഞ്ഞു പിടിച്ച് ക്രൂരമായി അടിച്ചു. പക്ഷെ അവിടെ തൻ്റെ ഫ്രണ്ടിൻ്റെ മരണത്തിന് കാരണക്കാരനായ ആന്റണി ഉണ്ടായിരുന്നില്ല. അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെയും കതിർ പൊതിരെ തല്ലി. അങ്ങനെ ആ അടിപിടി കഴിഞ്ഞ ശേഷം ഈ കാര്യം ആന്റണിയോ അറിഞ്ഞു. അവൻ്റെ കൂടെയുള്ളവരെ തൊട്ട അവൻ വെറുതെ ഇരിക്കില്ലല്ലോ. നെക്സ്റ്റ് ഡേ കോളേജിലെ എല്ലാ മലയാളി സ്റ്റുഡൻസിനെയും കൂട്ടി കതിറിനെ അടിക്കാനായി റെഡി ആയിട്ട് നിന്നു. ഇപ്പുറത്ത് കതിറും എന്ത് സംഭവിച്ചാലും നേരിടാം എന്ന് തീരുമാനിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു സൈഡിൽ KSUവും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ചൊരു ടീമും ഓപ്പോസിറ്റ് കതിറിന്റെ ടീമും അടിക്കാനായി കോളേജിലേക്ക് എൻ്ററായി. ഇപ്പോൾ അടി തുടങ്ങും എന്ന ഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ ഒരു അനൗൺസ്മെന്റ് നടത്തും. 15 ദിവസത്തിനകം കോളേജിൽ ഇലക്ഷൻ നടത്താൻ പോവുകയാണ്. നോമിനേഷൻ കൊടുക്കുന്ന ടീം ഈ 15 ദിവസം ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പാർട്ടിക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റില്ല എന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തി. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞതും ആന്റണി രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധി പുറത്തെടുത്തു. എന്നിട്ട് നേരെ കതിറിന്റെ അടുത്തേക്ക് വന്ന്, നടന്നതൊന്നും അനി മനസ്സിൽ വെക്കണ്ട, നമ്മളെല്ലാവരും ഒന്നല്ലേ. ഈ കോളേജിലൊക്കെ നടക്കുന്ന റാഗിങ്ങില് ഞാൻ അവനെ വെറുതെ അടിച്ചതാണ്. അവൻ മരിച്ചു പോയതിൽ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ആന്റണിയും നല്ലവനെ പോലെ നാടകം കളിച്ചു. അപ്പോഴാണ് കതിറിനും കാര്യം മനസ്സിലായത്. ഇലക്ഷൻ എന്ന് പറഞ്ഞതും എല്ലാവരുടെയും സ്വഭാവം മാറി. എന്തായാലും ഒരു മാറ്റം ആവശ്യമാണ് എന്ന് അവനും ആലോചിച്ചു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും KSUവും ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാനായി കോളേജിലേക്ക് വന്നു. അപ്പോൾ 2 പാർട്ടിക്കാരും തമ്മിൽ ഞങ്ങളാ ജയിക്കുക എന്ന് പറഞ്ഞ് ചെറിയ രീതിയിൽ വാക്കേറ്റ് നടത്തുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. എന്താണെന്ന് നോക്കിയപ്പോൾ ഈ 2 പാർട്ടിക്കാരും ഷോക്കായി നിന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ കതിർ തമിഴ് സ്റ്റുഡൻസിനെയും അണിനിരത്തി തമിഴ് സ്റ്റുഡൻസ് പാർട്ടി എന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചിരുന്നു. ഇത്രയും നാൾ മറുത്തൊരു വാക്കുപോലും പറയാതിരുന്നവർ ഇപ്പോൾ ഒരു പാർട്ടി തുടങ്ങിയത് കണ്ട് ആന്റണിക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 3 പാർട്ടിയും നോമിനേഷൻ കൊടുത്ത് ഇലക്ഷന് വേണ്ടി റെഡിയായി. എങ്കിലും ഇവർ പാർട്ടി തുടങ്ങിയത് മറ്റ് 2 പാർട്ടിക്കാർക്കും തീരെ ഉൾക്കൊള്ളാനായിട്ടില്ല. അതുകൊണ്ട് അവർ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് തമിഴരുള്ള ഹോസ്റ്റലിലേക്ക് വന്ന് അവിടെ മൊത്തം അടിച്ചു നശിപ്പിച്ചു. ഇലക്ഷനായ പ്രചാരണം നടത്തണം. എന്നാൽ പ്രചാരണം നടത്താൻ തമിഴ് പാർട്ടിക്ക് ഇവർ ഒരു ഗ്യാപ്പ് പോലും കൊടുത്തില്ല. ഈ കോളേജ് ഞങ്ങളുടേതാണെന്നും പറഞ്ഞ് ആന്റണി പ്രശ്നമുണ്ടാക്കി. അതിന് ഇവരും നിങ്ങൾ എത്ര തടഞ്ഞാലും ഞങ്ങൾ എല്ലാവരോടും വോട്ട് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇത്രയും നാൾ തമിഴ് സ്റ്റുഡൻസിന് ആ കോളേജിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെല്ലാം വലിയൊരു ചാർട്ടിൽ വരച്ച് കോളേജ് മുഴുവൻ കതിർ പ്രചരണം നടത്തി. ഇത് കണ്ട് തമിഴ് സ്റ്റുഡൻസിന് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മലയാളി സ്റ്റുഡൻസ് വല്ലാതെ ഫീലായി. അതിനുശേഷം കതിർ ജയിക്കുമെന്ന് ആന്റണിക്ക് ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് കതിറിനെ ഈ ഇലക്ഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും നോമിനേഷൻ വിഡ്രോ ചെയ്യിക്കണമെന്ന് പറഞ്ഞ് അതിലൊരു പ്ലാൻ തയ്യാറാക്കും. എന്നിട്ട് നേരെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു ലീഡറിനെ പോയി മീറ്റ് ചെയ്ത് ഒരു ഐഡിയ ചോദിക്കും. ആ ലീഡറും കതിറിന് നല്ലൊരു പണി തന്നെ കൊടുക്കാം. അവൻ്റെ വീട് മൂന്നാറിലല്ലേ എന്ന് ചോദിച്ച് മൂന്നാറിൽ ജോലി ചെയ്യുന്ന തമിഴരെ, അതായത് കതിറിൻ്റെ അച്ഛനെയും അമ്മയും ഉൾപ്പെടെ കമ്പനി ജോലിയിൽ നിന്നും പുറത്താക്കി. എന്നിട്ട് നിങ്ങൾക്ക് തിരിച്ച് ജോലിയിൽ കയറണമെങ്കിൽ നിങ്ങളുടെ മക്കളെല്ലാവരും കോളേജിൽ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നുണ്ട്, അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ജോലിയിൽ കയറാമെന്ന് എസ്റ്റേറ്റ് ഓണർ പറഞ്ഞു. ഇങ്ങനൊരു കാര്യം നടന്നതറിഞ്ഞ് കതിർ ധൈര്യത്തോടെ നിന്നു. എന്നാൽ കൂടെയുള്ള സ്റ്റുഡൻസിനാർക്കും അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ജോലിയില്ല, അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് ഈ ഇലക്ഷൻ ഒന്നും വേണ്ട, വിഡ്രോ ചെയ്യാന്ന് സ്റ്റുഡൻസ് എല്ലാവരും പറയാൻ തുടങ്ങി.
കതിറിനും ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോലീസ് വന്ന് തമിഴ് സ്റ്റുഡൻസിനെ മൊത്തം അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ KSUവിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഓഫീസ് തീയിട്ടതെന്ന് ചോദിച്ച് ഇവരെ ഒരുപാട് അടിച്ചു. അതുപോലെ നോമിനേഷൻ വിഡ്രോ ചെയ്യണം, നീയൊക്കെ എങ്ങനെയാണ് വേറെ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ പാർട്ടി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് ഒരുപാട് ടോർച്ചർ ചെയ്തു. ആ സമയം എല്ലാ തമിഴ് സ്റ്റുഡൻസിനെയും പാരൻസ്, അതായത് മൂന്നാറിൽ ജോലി ചെയ്തവരെല്ലാവരും അവിടേക്ക് വന്ന് ഞങ്ങളുടെ മക്കളെ എന്തിനാണ് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, അവരെ വിട്ടയക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഇതെങ്ങനെ ഇവരറിഞ്ഞു എന്നാണെങ്കിൽ ആ കോളേജിലെ ഒരു തമിഴൻ പ്രൊഫസർ ഉണ്ടല്ലോ, ആ പ്രൊഫസറാണ് ഇവരോട് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ വന്ന് സമരം ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയോ എന്നും പറഞ്ഞ് ഇവർ നടന്ന സംഭവങ്ങൾ കോളേജ് സ്റ്റുഡൻസിന് മുന്നിൽ നിന്ന് തുറന്നു പറഞ്ഞു. ഇത് കേട്ട എല്ലാവർക്കും വളരെ ഫീലായി. എന്നിട്ട് ഇവരും നാട് വിട്ട് വന്നവരാണെങ്കിലും നമ്മളെല്ലാവരും ഇന്ത്യയിലല്ലേ ഉള്ളത്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഞങ്ങളെ മനുഷ്യരായിട്ട് കൂട്ടിക്കൂടെ എന്നും പറഞ്ഞ് എല്ലാവരും കരഞ്ഞു. ഇപ്പോൾ എല്ലാ മലയാളി സ്റ്റുഡൻസിനും അവരെത്ര മോശമായാണ് ഇവരോട് പെരുമാറിയതെന്നും മനസ്സിലായി. അതിലിവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. ഇവർ സമരം ചെയ്തതുകൊണ്ട് കതിറിനെയും മറ്റ് സ്റ്റുഡൻസിനെയും പോലീസ് വിട്ടയച്ചു. എന്നാൽ ഇവിടെയുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് 2 പാർട്ടി ഓഫീസുകൾക്ക് തീ കൊളുത്തിയത് കൊണ്ടാണല്ലോ. ആക്ച്വലി ഇത് ചെയ്തത് കതിർ തന്നെയാണ്. കാരണം ജനങ്ങളോട് കെഞ്ചിയിട്ട് കാര്യമില്ല, അവർ മനസ്സിലാക്കി വോട്ട് ചെയ്യണമെന്ന് കരുതിയാണ് ഈ ഐഡിയ പ്രയോഗിച്ചത്. അതിനുശേഷം എല്ലാ മലയാളി സ്റ്റുഡൻസും നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞു. എന്നാലും ആന്റണിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വല്ലാത്ത ദേഷ്യമുണ്ട്. സോ അവരെ വെറുതെ വിടരുത്, ഇനി ഇവരിവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് രാത്രിക്ക് രാത്രി അവരെ ഒഴിപ്പിക്കാനായി ആന്റണി റൗഡികളെയും കൂട്ടിക്കൊണ്ടുവന്ന് കതിറിനെയും ഗ്യാങ്ങിനെയും അടിച്ചു. അങ്ങനെ പ്രശ്നം വലുതായി വഷളായി. ഒരു ഘട്ടത്തിന് ശേഷം കതിറും ഗ്യാങ്ങും തിരിച്ചടിക്കാൻ തുടങ്ങി. പ്രശ്നം വീണ്ടും വലുതായി. കോളേജിൽ ആരാണോ ജയിക്കുന്നത് ആ പാർട്ടിക്കാരുടെ കൊടിയായിരിക്കും പറക്കുന്നത്. ഈ പാർട്ടി കൊടി കാരണമല്ലേ ഇത്രയും പ്രശ്നം, ആ കൊടി മാറ്റി നമ്മുടെ കൊടി കുത്ത് എന്ന് പറഞ്ഞതും കതിർ ആന്റണിയെ അടിച്ചിട്ട് തമിഴർ സ്റ്റുഡൻസിന്റെ കൊടി അവിടെ കുത്തി. അതിനുശേഷം എല്ലാ തമിഴ് സ്റ്റുഡൻസിനെയും അടിച്ചു. അങ്ങനെ നടന്ന ആ കലാപത്തിൽ ഇനി ഈ കോളേജിൽ ഇലക്ഷനുമില്ല, രാഷ്ട്രീയവുമില്ല, എല്ലാവരും പഠിക്കുന്ന കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന് പ്രിൻസിപ്പളും മനസ്സുമാറി എല്ലാം അവസാനിപ്പിക്കാൻ പറഞ്ഞു. അതിനുശേഷം കേരളമെന്നോ തമിഴ്നാടെന്നോ ഭാഷയിൽ പക്ഷാഭേദം കാണിക്കാതെ ഏത് നാട്ടിൽ നിന്നുള്ളവരായാലും സന്തോഷത്തോടെ ഒരുമിച്ച് നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ബൈ.